All of you welcome back our mathematics class. പുതിയ ഒരു മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് രണ്ട് വർക്ക് ഉണ്ടായിരുന്നു. സോ ദ വർക്ക്സ് ആർ 3/20 and 3/40. So let's check. First one is 3/20 and the second one is 3/40. Okay, look at here. The first question 3/20. Okay, ഇപ്പോൾ 3/20 എന്ന് പറയുന്ന ഫ്രാക്ഷൻ നമുക്ക് ഇനി ചെറുതാക്കാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. 3/20 എന്ന് പറയുന്ന ഫ്രാക്ഷനെ അതായത് നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുന്നു, 3ലും 20ലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കോമൺ ഡിവൈസർ നോക്കും അല്ലേ. 3യെയും 20യെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ഉണ്ടോ, ഏതെങ്കിലും നമ്പർ കൊണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെത്തേഡ് വെച്ച് അല്ലേ. സോ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് 20, വി ക്യാൻ ഫാക്ടറൈസ് ദ 20 യൂസിങ് 2, 10, again 2, 5. So 20 equal to 2 into 2 into 5. That means 2 into 2, 2 square into 5 means 5 raised to 1. So 20 equal to 2 square into 5 raised to 1. അല്ലേ, 20 എന്ന് പറയുന്നത് എന്താണ്, 2 raised to 2. That means 2 square into 5 raised to 1. അപ്പോൾ ഇതിന് പകരം ഇതാണ് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ടു 3/20, that is 2 square into 5 raised to 1. ഓക്കെ, ഇനി ഈ ഡിനോമിനേറ്ററിലേക്ക് നിങ്ങൾ നോക്കുക. ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, want to convert that into the power of 10. That means 10 raised to 1, 10 square, 10 cube, etc. like that. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കുള്ളത് 2 സ്ക്വയർ ഇൻറ്റു 5 raised to 1 എന്നാണ്. ഇതിനെ നമുക്ക് നമ്മൾ 2 into 5 എന്ന് പറയുമ്പോൾ 10 ആണ്. പക്ഷേ ഇവിടെ ഡിഫറെൻറ്റ് നമ്പറാണ്. സെയിം നമ്പർ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ നമ്പർ എഴുതാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ 10 സ്ക്വയർ എന്ന് എഴുതാമായിരുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് നമ്പർ, ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഏതാണ്, 2 സ്ക്വയർ ഇൻറ്റു 5 raised to 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 സ്ക്വയർ ഇൻറ്റു 5 raised to 1 എന്നുള്ളത് ഇവിടെ 5 raised to 2 ആക്കണം നമുക്ക്. അപ്പോൾ 5 raised to 2 ആക്കണമെങ്കിൽ നമ്മൾ വീണ്ടും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 5 raised to 1 കൊണ്ട്. അവിടെ ആഡ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ, 5 raised to 1 ഇൻറ്റു 5 raised to 1. ഇവിടെ സെയിം നമ്പർ ആണെങ്കിൽ മുകളിലുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ 5 raised to 1 ഇൻറ്റു 5 raised to 1, ദാറ്റ് ഈസ് ഇറ്റ്സ് ബിക്കം 2 raised to സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറയുന്ന രീതിയിലേക്ക് അത് മാറുന്നു. അതിനുശേഷം 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്താവുന്നു, ഇറ്റ്സ് ബിക്കം 10 സ്ക്വയർ ആയിട്ട് മാറുന്നു. ക്ലിയർ. സോ നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു നമ്പർ നമ്മളിവിടെ മൾട്ടിപ്പിൾ ചെയ്ത് കൊടുക്കണം. Okay, that is we can write 2 square into 5 raised to 1 and into 5 raised to 1. അപ്പോൾ പുതുതായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുകളിൽ ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ന്യൂമറേറ്ററിൽ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നുണ്ട്. അതായത് അടിഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന പുതിയ നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുകൾ ഭാഗത്തും ന്യൂമറേറ്ററിലും ഇൻറ്റു ചെയ്യേണ്ടത്. ഈക്വൽ ടു 3 into 5 raised to 1. 5 raised to 1 that is 5. 5 raised to 1 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമാണല്ലോ അല്ലേ, 1 time. സോ 5 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് 2 സ്ക്വയർ ഇൻറ്റു 5 raised to 1. 5 raised to 1 into 5 raised to 1 into 5 raised to 1, that means 5 raised to 2. 5 raised to 2, that means 5 square. Next step equal to 3 into 5, 15 divided by 2 square into 5 square, that is 10 square. The last step 15 by 10 square means 100 equal to 0.15. You can check, use calculator. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക അല്ലേ, ഡു ഇറ്റ് 3/20. അപ്പോൾ 3/20 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ആൻസർ കിട്ടും, 0.15 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങനെയും ചെക്ക് ചെയ്യാം. ബട്ട് ഇത് നമ്മുടെ ആൻസറിൽ നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്താ പറഞ്ഞാൽ 3നെ നമ്മൾ 20 കൊണ്ട്
എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നു അല്ലേ. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഒരു 0 ഇട്ട് കൊടുക്കുന്നു, പോയിൻ്റ് ഇട്ട് കൊടുക്കും. 20ൽ 1 ടൈം അല്ലേ, 20 ദെൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുന്നത്. നമുക്കൊരു 0 ഇട്ട് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ 100ൽ 20 എന്ന് പറയുന്നത് 5 ടൈംസ് 100, 0 എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് എന്ത് തന്നെയാണ്, 0.15. ദാറ്റ് മീൻസ് 0.15 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് 3/40. 3/40. സോ 40 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 2, 20, 2, 10, 2, 5. Okay, so that means 40 equal to 2 into 2 into 2 into 5. I mean 2 cube into 5 raised to 1. അപ്പോൾ ബാക്കി എത്ര വരാമെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ 3 ആണല്ലോ അല്ലേ, ഇവിടെ 3 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരണം, 3 വരണം. ഇവിടെ 3 വരണം എന്നുണ്ടെങ്കിൽ ഇൻറ്റു എന്ത് ചെയ്യണം, 5 സ്ക്വയർ ചെയ്യണം, 5 സ്ക്വയർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഈക്വൽ ടു 3/40 മീൻസ് 2 ക്യൂബ് ഇൻറ്റു 5 റൈസ് ടു 1. ഇതാണ് 40യെ മാറ്റി എഴുതിയത്. നെക്സ്റ്റ് സ്റ്റെപ്പ് 3/2 ക്യൂബ് ഇൻറ്റു 5 റൈസ് ടു 1 ഇൻറ്റു 5 സ്ക്വയർ. അപ്പോഴാണ് ഈ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടുന്നത്. സോ ആ നമ്പർ തന്നെ മുകളിൽ നമുക്ക് ഇൻറ്റു 5 സ്ക്വയർ ഈക്വൽ ടു 3 ഇൻറ്റു 5 സ്ക്വയർ 25. 5 into 5 is right, 25. Okay, that's good. Next 2 cube into 5. നമുക്ക് we can write 2 cube into 5 raised to 1 into 5 square, that is 5 cube equal to 3 into 25, 75 divided by 2 cube into 5 cube, 10 cube. So the answer is 75 divided by 10 cube. 30 ഉള്ളത് ഇപ്പോൾ 1000 ആണ് വരുന്നത് അല്ലേ. ഇപ്പോൾ ആൻസർ എത്ര വരുന്നത്, 0.075 എന്ന് പറയും. നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ ആൻസർ എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടോ, എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ഓക്കെ, സോ ദിസ് വൺ ഈസ് ആൻസർ. 0.75 is the answer of the fraction 3/40. നെക്സ്റ്റ് 13/40 ആണ്. 13/40. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വെച്ചിട്ട് തന്നെ ചെയ്യാം. എങ്ങനെയാ, അതിൽ ദ തേർഡ് വൺ 13/40 ആണ് അല്ലേ. സോ നമ്മൾ ചെയ്യുന്നത് 40. സോ ദാറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ 40. വട്ട് ഈസ് 40? 2 ക്യൂബ് ഇൻറ്റു 5 റൈസ് ടു 1. സോ ദിസ് വൺ ഈസ് 40 ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഇൻറ്റു 5 റൈസ് ടു 1 ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. ന്യൂമറേറ്ററിൽ നമ്മൾ ചെയ്യും. ഈക്വൽ ടു 13 ഇൻറ്റു 5 സ്ക്വയർ 25 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഇൻറ്റു 5 റൈസ് ടു 1 ഇൻറ്റു 5 സ്ക്വയർ 5 റൈസ് ടു ക്യൂബ് ഈക്വൽ ടു 13 ഇൻറ്റു 25. 25 ഇൻറ്റു 13. 5 1 6 7 1 5 2 അല്ലേ. 5 12 325 എന്ന് പറയുന്നു അല്ലേ. 325. സോ 325 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു 10. സോറി, നോട്ട് 2 റൈസ് ടു 10, 10 റൈസ് ടു 3. So the answer is 325 divided by 1000. Answer 0.325. So 0.325 is the decimal form of the fraction 30/40 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും വേണ്ട, ചെറിയ കാൽക്കുലേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഫറൻസ് ഫോം. പല ആൾക്കാരും നിങ്ങൾ ചിന്തിക്കുകയും ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന്. ബട്ട് ഇറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് ഫോം. മാത്തമാറ്റിക്സിൽ ഇങ്ങനെയും ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 7/80. Fourth one 7/80.
7/80. സോ നിങ്ങൾ ഇത് ക്ലാസ് പൗസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെയ്യാൻ പറ്റുന്നുണ്ടോ. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിൽ ബാക്കി പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, റെഡി ആണോ, നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇവിടെ എന്താ സ്റ്റെപ്പ് എന്താ, 80 നമുക്ക് എന്ത് ചെയ്യാം, 2 40 2 20 2 10 2 5. Okay, so that 2 2 2 2. So 80 equal to 2 raised to 4 into 5 raised to 1. So that is 7/2 raised to 4 into 5 raised to 1 equal to 7/2 raised to 4 into 5 raised to 1 into ഇവിടെ 4 ആണ്. അപ്പോൾ ഇവിടെ 4 വരണമെന്നുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ളത് 5 ക്യൂബ് അല്ലേ. സോ വി ക്യാൻ മൾട്ടിപ്ലൈ by 5 raised to 3 into numerator also, so equal to 7 into 5 cube, 5 into 5 into 5 is equal to 125 ആണ് അല്ലേ, ഒക്കെ പഠിച്ചു നമ്മൾ. സോ 125 ഡിവൈഡഡ് ബൈ 2 raised to 4 into 5 raised to 1 into 5 cube, 5 raised to 4. ഒന്ന് ശ്രദ്ധിക്കണേട്ടോ, ശ്രദ്ധിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. ഈക്വൽ ടു ഇനി ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 125 into 7 5 3 14 plus 3 17 remainder 1 7 plus 1 8 8 7 5 8 7 5 divided by 10 raised to 4 equal to 8 7 5 divided by 10 raised to 4 1 2 3 4. Answer 0.875. 0.0875 is the answer of the decimal form. This is decimal form of the fraction 7/80. And the last one, look at the question, 5/16. 5/16. 5/16. So we can factorize 16 at first by 2. 2 divided by 16 8. Next 2 4 2 and 2. So that means 2 into 2 4, 4 into 2 8, 8 into 2 that is 16. So 16 equal to 2 raised to 4. 16 is equal to 2 raised to 4 equal to 5/2 raised to 4. ഇതിന് 10ൻ്റെ പവറിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇൻറ്റു 5 raised to 4 ചെയ്യണം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റു 5 raised to 4 ഈക്വൽ ടു 5 into 5 raised to 4. വാട്ട് ഈസ് 5 raised to 4? 5 into 5 into 5 into 5. 5 into 5 25 into 5 into 5 25. Answer 625. 625 divided by 10 raised to 4. Next 5 into 65 into 5 ചെയ്യണം അല്ലേ. 5 into 5 25 5 2 10 plus 2 12 12 with 2 ബാക്കി 1 അല്ലേ. 5 into 6 30 30 plus 1 31 5 2 10 12 12 2 ബാക്കി 1. Okay, so 3125 divided by 10 raised to 4 40 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ആൻസർ 0.3125 എന്ന് പറയുന്നത്. 0.3125 is the decimal form of the fraction 5/16. 5/16. ഓക്കെ, ഇപ്പോൾ ആ പോർഷൻ നമ്മളിപ്പോൾ ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് 10ൻ്റെ പവേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നമ്പറിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡെസിമൽ ഫോം കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ സെക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെക്ഷൻ്റെ അണ്ടറിലാണ് ഈ ഇത്രയും കാര്യങ്ങൾ വരേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നന്നായിട്ട് ചെയ്ത് പഠിക്കാം നിങ്ങൾ ആ പോർഷൻ. ഓക്കെ, നെക്സ്റ്റ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 27. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, read the question.
So the first question, second question, find the decimal form of the sums below. Find the decimal form of the sum below എന്ന് പറയുന്നത്. അതായത് താഴെ തന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെയൊക്കെ സമ്മാണ് ഇവിടെ തന്നിട്ടുള്ള സമ്മിൻ്റെ ഡെസിമൽ ഫോം ഏതെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. ഇത് കണ്ടാൽ ചിലപ്പോൾ ഇത് വലിയ നമ്പർ ആയിട്ടൊക്കെ തോന്നും, ബട്ട് ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/5 പ്ലസ് 1/25 പ്ലസ് 1/125. ഓക്കെ, ലുക്ക് അറ്റ് യുവർ ബോർഡ്. സെക്കൻഡിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/5 പ്ലസ് 1/25 പ്ലസ് 1/125. ഈ 5 എന്താണ്, 25 എന്താണ്, 125, ഇതിനൊക്കെ നമുക്ക് 5ൻ്റെ പവറാക്കി ഒന്ന് ജസ്റ്റ് എഴുതാം അല്ലേ? വളരെ സിമ്പിളാണ്, ശ്രദ്ധിക്കൂ നിങ്ങൾ. 1/, actually what is 5? 5 equal to 5 raised to 1. 5 means 5 raised to 1. 5 means 5 raised to 1. So that is 5 raised to 1 plus 1/25 നമുക്ക് എന്ത് ചെയ്യാം? 25 is equal to 5 square. 25 is equal to 5 square. I mean the 5 into 5 is equal to 25. Is it clear? So we can write 25 as 5 square. 5 square plus. So what about 125? 125 നേരത്തെ ഒരുപാട് പ്രോബ്ലം ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 125 is equal to 5 cube. 125 is equal to 5 cube. So that means 1/125 പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 5 cube എന്ന് എഴുതുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിന് നമ്മൾ എന്ത് ചെയ്യണം? 10ൻ്റെ പവറിലേക്ക് മാറ്റണം, 10 ആക്കണം. സോ ഇവിടെ 5 raised to 1 ആണ്, ഇതിനെ എന്ത് ചെയ്യണം? 10 raised to 1 ആക്കണം. ഇവിടെ 1 അല്ലേ ഉള്ളത്, അതുകൊണ്ട് അതിനെ 10 raised to 1 ആക്കണം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സോ ബൈ 2 raised to 1. ഇസ് ഇറ്റ് ക്ലിയർ? 2 raised to 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? 10 raised to 1 ആയിട്ട് മാറും. സോ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1/5 raised to 1 അത് നമുക്ക് എന്ത് ചെയ്യാം? 2 raised to 1 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിനോമിനേറ്ററിൽ 2 raised to 1 കൊണ്ട് ഇൻറ്റു ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ന്യൂമറേറ്ററിലും ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, പ്ലസ് 1/5 സ്ക്വയർ. അത് 5 സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യണം? 10 സ്ക്വയർ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റണം. ഇവിടെ സ്ക്വയർ വന്നത് ഇവിടെ സ്ക്വയർ വന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? സോ ഇൻറ്റു 2 സ്ക്വയർ. ആ സെയിം നമ്മൾ മുകളിലും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 1/5 ക്യൂബ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 2 ക്യൂബ് കൊണ്ട് ഇൻറ്റു ചെയ്യണം, മുകളിലും 2 ക്യൂബ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. സോ ഇനി ആൻസർ എഴുതിയാൽ മാത്രം മതി കേട്ടോ. 1 into 1 ക്യൂബ് 2 raised to 1, സോറി 1 into 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? സോ 1 into 2 ഡിവൈഡഡ് ബൈ 5 raised to 1 into 2 raised to 1, 10 raised to 1 plus 1 into 2 square, 1 into 2 square 4 divided by 5 square into 2 square 10 square plus 1 into 2 cube 8 divided by 10 cube equal to 1 into 2 2/10 plus 1 into 4 4/100 plus 1 into 8 8/10 cube 30 ഉള്ളത് അല്ലേ? ഇപ്പം ഇങ്ങനെ എഴുതുക. ദ ലാസ്റ്റ് വൺ equal to, what about 2/10? 2/10 0.2 plus 4/100 0.04 plus 8/1000 0.008. ഇനി ഇത് ആഡ് ചെയ്യുക അല്ലേ? സമ്മ് ചെയ്യുക. നമുക്ക് സമ്മ് കാണാം അല്ലേ? ഏതൊക്കെയാണ്? 0.2 0.04 0.008 അല്ലേ? ഇപ്പോൾ സമ്മ് ചെയ്യുമ്പോൾ 8 4 2. So the answer is 0.248. 0.248 is the sum of the fraction
1/5 പ്ലസ് 1/25 പ്ലസ് 1/125 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ്. So the second one, 1/5 plus 1/5 square plus 1/5 cube plus 1/5 raised to 4. Okay, so this one is our second question from the second question. Okay. So that is second sub question from the second question. 1/5 plus 1/5 square plus 1/5 cube plus 1/5 square. Here the 1/5, 5 means 5 raised to 1. 5 means 5 raised to 1. Now ഇവിടെ 5 raised to 1 ഉണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? 10 raised to 1 എന്ന് പറയുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 10ൻ്റെ പവറായിട്ട് കൺവേർട്ട് ചെയ്യണം. അവിടെ 5 ഉണ്ട്. 5ന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ 10 കിട്ടുന്നത് 2 ഉണ്ട് അല്ലേ? അപ്പോൾ 2 raised to 1. നെക്സ്റ്റ് ഇവിടെ സെക്കൻഡ് വൺ 5 സ്ക്വയർ ഉണ്ട്. അതിന് നമുക്ക് 10 സ്ക്വയർ ആക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യണം. തേർഡ് വൺ 5 ക്യൂബ് ഈസ് ദർ. വി ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 2 raised to 3. Then it's become 10 raised to 3. Okay. The last one 5 raised to 4 into 2 raised to 4 is equal to 10 raised to 4. So ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പേഴ്സ് എന്ന് പറയുന്നത്. So that's equal to 1/5 raised to 1 into 2 raised to 1. So നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ന്യൂമറേറ്ററിലും ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നിർബന്ധമാണ്, ഇത് മറന്നു പോകരുത്. പ്ലസ് 1/5 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ, that means into 2 square, plus 1/5 cube into 2 cube into 2 cube here also, plus 1/5 raised to 4 into 2 raised to 4 on numerator 2 raised to 4 into 2 raised to 4 എന്ന് പറയുന്നത്. നമുക്കത് പ്രോബ്ലം ചെയ്യാം അല്ലേ? Equal to 1 into 2 raised to 1, 2. 2 into 1, 2 divided by 5 raised to 1 into 2 raised to 1, 10 raised to 1. Plus 2 square, 4. 4 into 1, 4. Divided by 5 square into 2 square, that is 10 square. Plus 2 cube. 2 cube is 8 because 2 into 2 into 2, that is 8. 8 into 1, 8. Again that divided by 10 cube. Plus 2 raised to 4. 2 raised to 4, 2 into 2 into 2 into 2. 2 into 2, 8. 2 into 2 into 2 into 2. 2 into 2, 4. 4 into 2, 8. 8 into 4, 16. So that is 16 divided by 10 raised to 4. And the final 2 by 10 raised to 1, 10 plus 4 by 100 plus 8 by 1000 plus 16 by 10,000. Okay. And in decimal form, 2 by 10 that is 0.2 plus 4 by 100 that is 0.04 plus 0.008 plus 0.0016. നമുക്ക് ആഡ് ചെയ്യണം അല്ലേ? എങ്ങനെ ആഡ് ചെയ്യാം? നമുക്ക് 0.2 ഏറ്റവും വലുത് മുകളിൽ എഴുതാം. 0.2 ആണ് ഏറ്റവും വലുത് കേട്ടോ. നെക്സ്റ്റ് 0.04, നെക്സ്റ്റ് 0.008, നെക്സ്റ്റ് 0.0016. ആഡ് ചെയ്യുമ്പോൾ 6, 8 plus 1 9, 4, 2.
0.2496 is equal to 0.2496. 0.2496 is the decimal form of the fraction 1 by 5 raised to 1 plus 1 by 5 square plus 1 by 5 cube plus 1 by 5 square 5 raised to 4 എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ. സോ ആൻസർ 0.2496 എന്ന് പറയുന്നത് ക്ലിയർ. ഇനി അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കൂ ഇവിടെ third one 1 by 2 plus 1 by 2 raised square plus 1 by 2 raised cube എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതിയെടുത്ത് വൃത്തിയായിട്ട് ഈ രൂപത്തിലൊന്ന് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക നിങ്ങൾ. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം.